എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മീൻ വറ്റിച്ചതാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു 10 അയല മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയലക്ക് പകരം ഏത് മീൻ എടുക്കാവുന്നതാണ്. മത്തിയൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പുളിക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല സെപ്പറേറ്റ് ആയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. കുറച്ചൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 വലിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി കളറിന് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. കുറച്ചേ ചേർക്കുന്നുള്ളൂ, കൂടി പോകരുത്, കയ്പ്പ് വരും. അപ്പോൾ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുരു കളഞ്ഞ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ ആദ്യം മീനിൽ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മസാലയിൽ ചേർക്കാൻ. ഇനി ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുത്താൽ നമ്മുടെ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകും. മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, അതാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഇട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എണ്ണയും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നവരെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല ഈ പാനിൽ നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഓരോ മീനിൻ്റെ മുകളിലേക്കും മസാല ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ മീനിന്. നമ്മൾ സാധാരണ മീൻ വറ്റിച്ചത് ചെയ്യുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീനിൻ്റെ എല്ലായിടത്തും മസാല നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അധികം കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാല മീനിൽ നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ വശവും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ച് മസാലയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല, കുറച്ച് മസാലയോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയത്. കാരണം ഇതിൻ്റെ ഈ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മസാല, അതുപോലെ തന്നെ മീനും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.